അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അള്ളാഹു എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും ശരിയാക്കി കൊടുക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. 4 വർഷം പഴക്കമുള്ള ക്യാൻസർ രോഗം നൂറെ ഹബീബ് മജ്ലിസിൻ്റെ ഫലമായിട്ട് ഭേദമായി എന്നൊരു കാഴ്ച. ധാരാളം ഫദലുകൾ ഈ നൂറെ ഹബീബ് മജ്ലിസിൻ്റെ പവർ കൊണ്ട്, അഥവാ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ പവർ കൊണ്ട് അവിടെ നടക്കുന്നുണ്ട്. അതിൽ ഇത്തരമൊരു ന്യൂസ് വന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്നാലും ക്യാൻസർ അല്ലേ എന്നതുകൊണ്ടാകാം കുറേ ആളുകൾ അതിനെതിരെ സംസാരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. കുറച്ച് മുമ്പ് നൂറെ ഹബീബ് തങ്ങളുടെ പഴയ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്ന സമയത്ത് വന്ന വീഡിയോ ആണെന്ന് തോന്നുന്നത്. ഏതായാലും വീഡിയോ ഞാൻ ഇതിൽ അവസാനം കുറച്ച് ഭാഗം പ്രദർശിപ്പിക്കുന്നുണ്ട്. ഏതായാലും വളരെയധികം ഫളിലുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മജ്ലിസായിട്ട് സ്വലാത്തുൽ ഫാത്തിഹ് നടക്കുന്ന നൂറെ ഹബീബ് മജ്ലിസ് വളർന്നു വന്നിട്ടുണ്ട്. നമ്മളൊക്കെ ജീവിതത്തിൽ സ്വലാത്തുൽ ഫാത്തിഹ് എപ്പോഴെങ്കിലും ഒന്ന് ഓതാൻ നമ്മളെ ചൊല്ലാൻ സമയം കണ്ടെത്തണം. അതും വളരെ കൃത്യമായ കൗണ്ടിങ്ങോടുകൂടി ദിവസം ഞാൻ ഇത്ര സ്വലാത്ത് ചൊല്ലും, അല്ലെങ്കിൽ ഓരോ നിസ്കാരശേഷവും എനിക്ക് കഴിയുന്നത് ഇത്രയാണ്, ഒരു 50 വീതം അല്ലെങ്കിൽ 10 വീതം ഞാൻ ചൊല്ലും. ആ രൂപത്തിലേക്ക് ഷെഡ്യൂൾ ചെയ്താൽ നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയം കൊണ്ട് സ്വലാത്തുൽ ഫാത്തിഹ് ഒരു ദിവസം ഒരു കൗണ്ട് വെച്ചിട്ട് നമുക്ക് ചൊല്ലി തീർക്കാൻ പറ്റും. അല്ലാതെ ഞാൻ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് എന്തായാലും 100 തവണ ചെല്ലും എന്ന് പറഞ്ഞത് കൊണ്ട് ഒരിക്കലും ഉണ്ടാവില്ല, നമുക്ക് പറ്റിക്കോണം എന്നുണ്ടാവില്ല. കാരണം ഒരു ദിവസം നമ്മൾ പ്ലാൻ ചെയ്തു, അങ്ങനെ അന്ന് ചൊല്ലി പിറ്റേന്നും അതേ സമയം ചൊല്ലാമെന്ന് വിചാരിച്ചാൽ നമ്മൾ സമയം കണ്ടെത്തിയിട്ട് ഇരുന്നാൽ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വിചാരിച്ച രൂപത്തിലാവില്ല അന്നത്തെ ദിവസം. അന്ന് ഓരോ പണിയോ ജോലിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് പൂർത്തിയാക്കാൻ കഴിയാതെ വരും. അപ്പോൾ ഏറ്റവും നല്ലൊരു ബുദ്ധി, ഏറ്റവും നല്ലൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ, നമ്മൾ നിസ്കാരം കഴിഞ്ഞ ശേഷം 5 വക്ത് നിസ്കാരത്തും കഴിഞ്ഞ ഉടനെ ഞാനൊരു 20 തവണ അല്ലെങ്കിൽ 50 തവണ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലും എന്ന നിയ്യത്ത് വെച്ച് നമ്മളത് ചൊല്ലി തീർക്കുക. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എന്തായാലും നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമല്ലോ, അപ്പോൾ ആ സമയത്ത് നമുക്ക് തീർക്കാൻ പറ്റും. സഹോദരിമാർക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ അവരതിനനുസരിച്ച് എന്തെങ്കിലും ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ ദിവസവും പല നേരങ്ങളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാകും. ആ സമയത്ത് ചൊല്ലാൻ ശ്രമിച്ചാൽ അത് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഓരോ ദിവസം ഒരു കൗണ്ട് വെച്ച് പൂർത്തിയാക്കാൻ പറ്റും. ഇപ്പോൾ പ്രത്യേകിച്ച് സഹോദരിമാരുടെ കാര്യം പറയുമ്പോൾ, വീട്ടിലാവുമ്പോൾ വീട്ടിൽ അടുക്കളപ്പണി എന്നും ഉണ്ടാവുന്ന പണിയാണ്. അത് ഘട്ടം ഘട്ടമായിട്ടുണ്ടാവുക. അല്ലാതെ രാവിലെ തന്നെ രാത്രി വരെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കി വെക്കാൻ സിസ്റ്റം ആവില്ലുണ്ടാവുക. ഓരോന്നിനും ഓരോ സമയമാണെന്നുണ്ടെങ്കിൽ ആ ഓരോ സമയത്തും ഓരോ കൗണ്ട് വെച്ചിട്ട് നമുക്ക് ചൊല്ലി തീർക്കാവുന്നതാണ്. പിന്നെ അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഏതായാലും ആ ഫളിൽ നമുക്ക് കറക്റ്റ് കേൾക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, എല്ലാ കാര്യങ്ങളും പുറത്തു തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരാൾക്കും ഒരു വിഷമങ്ങളും ഞങ്ങൾ ചെയ്തിട്ടില്ല, ഞങ്ങൾ ഹൈറ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ലാഹുവേ, ഇനിയും ഉന്നതങ്ങളിൽ എത്തിക്കണം. അല്ലാഹ്, ഈ മജ്ലിസ് കാണുന്ന എല്ലാവരുടെ വീട്ടിലും നീ റഹ്മത്ത് നൽകണം. അല്ലാഹ്, ഇന്നത്തെ ഫളില് പറയാൻ പോവാനും വല്ലാത്തത്ഭുതമാണ് സ്വലാത്തുൽ ഫാത്തിഹ. ഒന്ന് ചൊല്ലിയാൽ 6 ലക്ഷമാണ് ഫദില. മംഗലാപുരത്തിന്റെ ഒരു സഹോദരന് അല്ലാഹ് കൊടുത്ത നിഅമത്താണ്. കാസർഗോഡ് എന്നെ കാണാമെന്നിരുന്നു. സുബ്ഹാനല്ലാഹ്, സഹോദരൻ പറയാണ്, തങ്ങളെ നിങ്ങളെ മജ്ലിസ് തുടങ്ങിയത് മുതൽ ഈ മജ്ലിസ് ഞാൻ കാണാറുണ്ട്. ഈ മജ്ലിസ് ഞാൻ കാണാറുണ്ട്. ഒരുപാട് കടത്തിലായിരുന്നു, വല്ലാത്ത പ്രയാസത്തിലായിരുന്നു. ജോലിക്ക് പോവാൻ കഴിയൂല. ക്യാൻസർ എന്ന് പറയപ്പെടുന്ന രോഗം പിടിപെട്ടു തങ്ങളെ 4 കൊല്ലമായി. അങ്ങനെ ഈ മജ്ലിസിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു. ഈ മജ്ലിസ് ഞാൻ കാണാൻ തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നാമത്തിനക്ക് നൽകി. എന്ത് നാമത്താണെന്നറിയോ? തങ്ങളെ
എനിക്ക് ക്യാൻസർ ആയിരുന്നു. എന്റെ ക്യാൻസർ എന്ന് പറയപ്പെടുന്ന രോഗം ഖാലിഖായ പടച്ചിറപ്പ് ശുഭയാക്കി തന്നു. അത് മാത്രമല്ല 4 ലക്ഷം രൂപ കടമായിരുന്നു. ഇപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 ലക്ഷം രൂപ കടം വീടിയിട്ട് 15 ലക്ഷത്തിന്റെ സമ്പത്ത് അല്ലാഹ് എനിക്ക് തന്നു. ആ സഹോദരന്റെ വാക്കുകൾ കേട്ടോ. ഇത് വല്ലാത്ത ബറക്കത്തുള്ള മജ്‌ലിസാണ്. മോനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരു ഉപ്പാപ്പ് വന്നിട്ടുണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു കൊടുക്കട്ടെ. എവിടെയാണ് സ്ഥലം? മംഗലാപുരത്ത് പോകണല്ലേ? ഇവിടെ സലാത്തിൽ പോകാൻ കേൾക്കാൻ തുടങ്ങി. എത്ര വർഷമായി? 3 കൊല്ലം. വിഷമങ്ങളുണ്ടായിരുന്നോ? എന്തൊക്കെ വിഷമം? രോഗം ഉണ്ടായി. എന്ത് അസുഖം? ക്യാൻസർ. പിന്നെ എന്തൊക്കെ വിഷമം ഉണ്ടായി? ഈ സലാത്ത് മാറ്റി തുടങ്ങിയ കടമുണ്ടായി ഒരു 4 ലക്ഷം. അതൊക്കെ വീട് എല്ലാം ക്യാൻസർ മാറി. എന്തെങ്കിലും സലാത്തുൽ ഫാത്തിഹ അത്ഭുതമാണത്. ക്യാൻസർ രോഗിയായിരുന്നു, അല്ലാഹു ശിഫയായി കൊടുത്തു. ഒരുപാട് ലക്ഷം കടമുണ്ടായി. അതും പിന്നെ അല്ലാഹു പിന്നെ വീട്ടിൽ കൊടുത്തു. ഇതാണ് സലാത്തുൽ ഫാത്തിഹ. ഇപ്പോ 10-15 ലക്ഷം ഇപ്പോ സലാത്തുൽ ഫാത്തിഹ 15 ലക്ഷം രൂപയുടെ മുതൽ വാങ്ങി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ആ സഹോദരനോട് പറഞ്ഞു, ഞാൻ ഈ മജ്‌ലിസ് കാണുമ്പോ അടുത്ത വീട്ടിലുള്ളവരെ വന്നിട്ട് പറഞ്ഞു, കാണണ്ടോ വിവാദങ്ങളാണ്. ഞാൻ അവനോട് പറഞ്ഞിടോ, അള്ളാന്റെ റസൂലിനെ എത്ര പേര് വേദനിപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ പേര് മക്കളല്ലേ, പിന്നെ ചൊല്ലുന്നത് സ്വലാത്തല്ലേ. ഞാൻ ഒരാളെ ഷെറിലും പെട്ടില്ല. തങ്ങളെ ക്യാൻസർ ആയിരുന്നു, ഖാലിഖായ പടച്ചിറപ്പ് എനിക്ക് മാറ്റിത്തന്നു. 4 ലക്ഷം രൂപ കടമായിരുന്നു. ഇപ്പൊ എന്റെ കടങ്ങൾ വീടിയിട്ട് 15 ലക്ഷം രൂപയുടെ സ്വത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കുറ്റം പറഞ്ഞവരെന്നോട് വന്നിട്ട് മാപ്പ് ചോദിച്ചിട്ട് അവനും ഇപ്പൊ മജ്‌ലിസ് കാണാൻ തുടങ്ങി. അവനൊക്കെ ഫള് കിട്ടുന്നുണ്ട്. ഇത് വല്ലാത്ത ബർക്കത്തുള്ള മജ്‌ലിസാണ്. നിങ്ങളോട് പറയാണ്, ഒരുപാട് ആൾ നിങ്ങളെ ബാക്കിൽ കൂടും, ഇബ്ലീസ് ബാക്കിൽ വരും. ഇത് കാണണ്ടെന്ന് പറയോ? സുബ്ഹാനല്ലാഹ്, അതിൽ പെട്ടുപോവരുത്. അല്ലാഹ് നിങ്ങൾക്ക് ബറക്കത്ത് നൽകട്ടെ. നാളത്തെ ഫളിൽ വല്ലാത്ത ഫളിലാണ്. സുബ്ഹാനല്ലാഹ്, 35 വയസ്സ് പ്രായമായ മോളാണ്. ശരീരമാകെ തീ പൊള്ളിയിട്ടുണ്ട്, ഒരു സകലമാകെ തീ പൊള്ളിയിട്ടുണ്ട്. ആരെ കൊണ്ടാലും ഇഷ്ടപ്പെടൂല. സങ്കടത്തിലായിരുന്നു. കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല, ചിന്തിച്ചിട്ട് കാര്യമില്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരാൾ പറഞ്ഞു, മോളെ സലാത്തുൽ ഫാത്തിഹിന്റെ മജ്‌ലിസ് കാണോ. അങ്ങനെ കല്യാണം ശരിയാവാൻ നിലത്തി വെച്ചിട്ട് ശരീരമാസകരും പൊള്ളിയ സഹോദരി മജ്‌ലിസ് കാണാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, ബാക്കി എന്ത് സംഭവിച്ചു നിങ്ങൾക്ക് നാളെ അറിയാം. അല്ലാഹ് ബർക്കത്ത് നൽകട്ടെ.